നമ്മുടെ ലോകത്തെ ആദ്യത്തെ ഡ്രൈവർ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു സ്ത്രീയുടെ ഒളിച്ചോട്ടത്തിൽ കൂടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ബെർത്തോ ബെൻസ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? ലോകത്തെ ആദ്യ മോട്ടോർ വാഹനം നിർമ്മിച്ച കോൾ ബെൻസിന്റെ ഭാര്യ ബെർത്ത ബെൻസ്. അവരായിരുന്നു ലോക ചരിത്രത്തിലെ ആദ്യ ദീർഘദൂര കാർ യാത്ര നടത്തിയ ഡ്രൈവർ. വർഷം 1888. ജർമ്മനിയിൽ കോൾ ബെൻസ് ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ കാർ നിർമ്മിച്ചു. പിറകിൽ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു മുച്ചക്ര വാഹനം, സ്റ്റീൽ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം, തടി കൊണ്ടുള്ള പാനലുകൾ, റബ്ബർ ടയറുകൾ, ഇതൊക്കെയായിരുന്നു ആ കാറിൻ്റെ പ്രത്യേകത. പക്ഷേ കുതിര വലിക്കാത്ത വാഹനത്തോട് ജനങ്ങൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ല. ആളുകൾ അതിനെ പിശാചിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ പരിഹസിച്ച്. വാഹനം പ്രായോഗികമല്ല എന്നും ആദ്യമേ വിധി എഴുതി. അതോടെ തൻ്റെ കാർ പരാജയമാകുമോ എന്ന് കോൾ ബെൻസും ഭയന്നു. തൻ്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തം വർക്ക്ഷോപ്പിൽ പൊടി പിടിച്ച് നശിക്കുന്നത് കണ്ട് ബെർത്തയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം പുലർച്ചെ ഭർത്താവ് അറിയാതെ ബെർത്ത തൻ്റെ 15ഉം 14ഉം വയസ്സുള്ള മക്കളെയും കൂട്ടി ആ കുതിരയില്ലാത്ത വണ്ടി ശബ്ദമുണ്ടാക്കാതെ വർക്ക്ഷോപ്പിൽ നിന്നും പുറത്തേക്ക് തള്ളി നീക്കി. വീട്ടിൽ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് അവർ കാറ് ഓടിച്ച് യാത്ര തുടങ്ങി. ലക്ഷ്യം 106 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം അമ്മയുടെ വീടാണ്. സുഖകരമല്ലായിരുന്നു ആ യാത്ര. കാറ് പലപ്പോഴും കേടായപ്പോൾ ബെർത്ത തന്നെ നന്നാക്കി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഫ്യൂൽ ലൈനിൽ തടസ്സമുണ്ടായപ്പോൾ ഹെയർ പിൻ ഉപയോഗിച്ച് ആ തടസ്സം നീക്കി. ഇഗ്നിഷന് കേടുവന്നപ്പോൾ വസ്ത്രത്തിൻ്റെ ഭാഗം ഉപയോഗിച്ച് അത് നേരെയാക്കി. ചെയിൻ വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു? കൊല്ലപ്പണിക്കാരൻ്റെ സഹായം തേടി. ഇന്ധനം തീർന്നപ്പോൾ ഫാർമസിയിൽ നിന്ന് സ്റ്റെയിൻ കളയാൻ ഉപയോഗിക്കുന്ന ലിഗ്രോയിൽ വാങ്ങി ഒഴിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ വന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഇവരിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കയറ്റം വന്നു. അപ്പോൾ ഈ കയറ്റം കയറാൻ ഒരാളുടെ സഹായം വേണ്ടി വന്നു ബെർത്തയ്ക്ക്. അങ്ങനെ പിന്നീട് മറ്റുള്ളവരെയൊക്കെ കൂട്ടി ആ കാറ് ഒന്ന് തള്ളിക്കയറ്റേണ്ടി വന്നു. ഒടുവിൽ 12 മണിക്കൂറിനുള്ളിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ബെർത്ത എത്തി. അത് വെറുമൊരു യാത്രയായിരുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തം പരാജയമല്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ദൗത്യമായിരുന്നു. ബെർത്തയുടെ ആ യാത്ര ലോകത്തെ മാറ്റിമറിച്ചു. വെല്ലുവിളികളൊക്കെ ഉണ്ടാകും. വിമർശിക്കാനും നിരുത്സാഹപ്പെടുത്താനും ഒക്കെ വലിയൊരു കൂട്ടവും നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷേ നമ്മളെന്താ ചെയ്യണ്ടേ? ധൈര്യത്തോടു കൂടി ആദ്യ ചൂട് വയ്ക്കുക. അതാണ് വിജയം നൽകുന്നത് നമുക്ക്. ബെർത്ത ബെൻസിൻ്റെ ആ ധൈര്യമാണ് ഇന്ന് മെർസിഡസ് ബെൻസ് എന്ന ബ്രാൻഡിനെ ലോക പ്രസിദ്ധമാക്കിയത്. അമേരിക്കൻ നടൻ വിൽ സ്മിത്തിൻ്റെ ശ്രദ്ധേയമായ വാചകമാണ് ബെർത്ത ബെൻസിൻ്റെ കഥയ്ക്കൊപ്പം എനിക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് നമുക്ക് അതിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരെങ്കിലുമൊക്കെ തളർത്താൻ ശ്രമിച്ചാൽ തളരാതെ മുന്നേറുക. അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ സാരാംശം.